നമുക്കറിയാം കേരളക്കര ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു നെയ്യാറ്റിൻകര ഗോപൻ, അതായത് മണിയൻ എന്ന ചുമട്ടത്തൊഴിൽ അയാളെ കാണാതായ കാര്യങ്ങൾ പിന്നീട് അത് ഒരു സമാധി ആയതായിട്ടും ഒരു എന്താ പറയുക ഋഷിപീഠത്തിലൊക്കെ ഇരുത്തിയതായിട്ടും ഒക്കെ പിന്നീട് കുറച്ച് ന്യൂസൊക്കെ വന്നു. ഞാനും ആ സ്ഥലത്തൊക്കെ പോയി സന്ദർശിച്ചാണ്. എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പിന്നീട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പുറത്തുവിട്ടിരുന്നു. പിന്നീട് ആദ്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ദൈവം എന്നുള്ള രീതിയിൽ പല കമന്റുകളും ഞാൻ കാണാനിടയുണ്ടായി. അങ്ങനെ ഇത് ഒതുങ്ങിയിരുന്ന ഒരു സംഭവം വീണ്ടും ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ പ്രധാന റീസൺ വേറൊന്നുമല്ല, അതിന്റെ ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധനാ ഫലം വരേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി രാസപരിശോധനാ ഫലം കൂടി വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആന്തരിക അവയവങ്ങളുടെ ഒരു പരിശോധനാ ഫലത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് അത്രയ്ക്ക് ഒരു വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും മരണകാരണത്തിൽ അയാൾക്ക് കുറച്ച് വാൽവിലൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ള പിന്നീട് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാനിടയുണ്ടായി. ഒന്നിലധികം കാര്യങ്ങളുണ്ട്. മൂക്കിലും തലയിലും ചതവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലിവർ സിറോസിസ് അടക്കം നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഡയബറ്റിക് പേഷ്യന്റ് കൂടിയായിരുന്നു ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഇയാള് ഗോപൻ എന്ന് പറയുന്ന ആളിനെ കൊണ്ട് മരിച്ചതിന് ശേഷം ഇരുത്തിയതാണെന്നൊക്കെ ഞാൻ എന്താണ് അവരുടെ ബിസിനസ് തന്ത്രം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. ഏകദേശം അതിനുമായിട്ട് സാമ്യമുള്ള പല കാര്യങ്ങളുമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അച്ഛന്റെ ആ സമാധി സ്ഥലം വലിയൊരു ക്ഷേത്രമായി മാറുമെന്നും ഒരു ആശ്രമമായിട്ട് മാറുമെന്നും ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്നും ഇനി ഒരുപാട് പ്രതിഷ്ഠ അല്ലെങ്കിൽ സന്ദർശനത്തിനായിട്ട് ഒരുപാട് ആളുകൾ വരുമെന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ടെന്നും ഈ പറയുന്ന മക്കളൊക്കെ ഗോപന്റെ മക്കൾ പറയുന്നുണ്ടായിരുന്നു. മീഡിയ വണ്ണിൽ വന്നൊരു ന്യൂസാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് അതിൽ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത്. സീറോ ഓവറിലേക്ക് വീണ്ടും. നെയ്യാറ്റിൻകര ഗോപന് കരളിനും വൃക്കയ്ക്കും ഗുരുതര രോഗങ്ങൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലയിലും നെറ്റിയിലും മുഖത്തും ചതവുകൾ ഉണ്ടെന്നാൽ ഇത് മരണകാരണമായിട്ടില്ല. മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരികാവയവ പരിശോധന ഫലം ലഭിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് അർബി സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, നെയ്യാറ്റിൻകര ഗോപന്റെ മരണകാരണത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ ഉള്ളടക്കം വന്നാൽ തന്നെയെങ്കിലും അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്ന് കരുതിയിരുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിനകത്തുള്ളത്? സൈഫുദ്ദീൻ, കഴിഞ്ഞ മാസം 16-ാം തീയതി നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിൽ നെയ്യാറ്റിൻകര ഗോപന്റെ മുഖത്തും അതുപോലെ മൂക്കിലും തലയ്ക്ക് പിന്നിലും നെറ്റിയിലുമായിട്ട് ചതവുകളുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമല്ല. നെറ്റിയിലെ ചതവാണെങ്കിൽ അത് ആഴത്തിലുള്ള ചതവാണ്. പക്ഷേ ഇതൊന്നും മരണകാരണം ആയി പറയാൻ കഴിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഗോപന് ഗുരുതരമായിട്ടുള്ള കരൾ വൃക്ക രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാരണം. അതുകൊണ്ട് രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവൂ എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം, നമുക്ക് ഈ നെയ്യാറ്റിൻകര ഗോപന്റെ കുടുംബം അതായത് ദൈവത്തിന്റെ കുടുംബമാണ് കേട്ടോ. ദൈവിക ചൈതന്യമുള്ള കുടുംബമാണ് അവര്. എന്താ പറയാ, സമാധി എല്ലാരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഗോപൻ സ്വാമി ഒരു കൊതുക് പോലും കടിക്കാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. ഈ എന്താ പറയാ, ഗോപൻ സ്വാമിയുടെ വിഷയം വന്ന സമയത്ത് നാട്ടുകാരിൽ ഒരുത്തനാണെന്ന് തോന്നുന്നു. ഒരുത്തൻ എവിടുന്നോ വന്നിട്ട് കയറി ഭയങ്കര താളമിടാനൊക്കെ കയറിപ്പോണ്ടായിരുന്നു. ഇത് ചെയ്യുന്നത് മതവികാരത്തെ വ്രണപ്പെടുത്തും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഏതവനാണ് ഇത് പൊളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവന്മാർ വന്നു. അല്ലാതെ ഒരുത്തൻ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഗോപൻ സ്വാമിക്ക് വയ്യെങ്കിലും വടിയും കുത്തിയിട്ടാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പം ഗോപന്റെ ഭാര്യ പറയുന്നുണ്ട് വടി കുത്തിയിട്ടൊന്നും പോയിട്ടില്ല ഇതുവരെ. അപ്പം മക്കളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ തള്ള എന്നിട്ട് അയാളെ തന്നെ നോക്കുക. എന്താ പരിപാടിയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അവര് വലിയ പാവം ഭയങ്കര ബിസിനസ് ആക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ മൂഞ്ചി കുത്തി അടപടലം തെണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. എന്താ വേറെ ഭാഷയിലൊക്കെ പറയാം, പിന്നെ ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. പാവം അടുത്തിരുന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്, പക്ഷെ വീട്ടുകാർ തന്നെ പിടിച്ച് ഊക്കി വിട്ട അവസ്ഥയായി പോയി. അപ്പൊ നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് കോവിൽ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം, പിന്നെ എല്ലാ ദിവസവും നടന്നു വരുമായിരുന്നല്ലോ. വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. വടിയൊന്നുമില്ല. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. പാവത്തിന്റെ ചിരി കണ്ടില്ലേ? വടിയൊക്കെ ഊന്നിയാലും എത്തുന്ന വടിയൊന്നും തോന്നുന്നില്ല. അപ്പം മൂഞ്ചി കുത്തി ചിരിച്ചോണ്ടെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ ലിവർ സിറോസിസ്, ഹൃദയത്തിന്റെ വാൽവുകളിൽ ബ്ലോക്ക്,
വേറെ ഒരു കുഴപ്പമില്ല. സ്മൂത്ത്, ആള് സ്മൂത്ത്, പെർഫെക്റ്റ് ആയിരുന്നു. ഓടി നടന്ന് പുഷ്ടി ഭയങ്കരമായിരുന്നു കേട്ടോ. ഓടി നടന്ന് എല്ലാ പണിയും ചെയ്യുമായിരുന്നു. ഇപ്പൊ ശിവന്റെ കൂടെ ഇരിക്കുകയാണ് ആകാശത്ത്. വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല, അത്ര വ്യത്യാസമുള്ള. അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. സ്മൂത്ത് ആഹാരം, കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും. അതൊന്നും ഇതിന് ശിവന് കൈലാസമത ഈ സത്യസന്ധത കാലില് മാത്രം, അതും ബാക്കില് ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. അത് പിന്നെ നമ്മളൊക്കെ കുളിക്കാറില്ലല്ലോ. ഈ തള്ള എന്താണ് ഈ പറയുന്നത്? ദിവസം കൂടി കൊതു കടിക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കാറില്ലത് എന്ന് പറഞ്ഞാൽ ഇവര് അടുത്ത് പോയിരിക്കല്ലേ കൊതുകിനെ കൊല്ലാനായിട്ട്. ഇവ ആരിവൻ? ഇവര് ചുമട്ടുതൊഴിലാളിയല്ലേ? അവനെയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. ചുമട്ടുതൊഴിലാളി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് വെറും സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അവനെ പിടിച്ച് ദൈവം എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി കഴിഞ്ഞാൽ ചില മണ്ടന്മാര് വിശ്വസിക്കുമായിരിക്കും. എല്ലാ കേരളത്തിലെ ജനങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടരുത് പെണ്ണുപിള്ളേ. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ കൊല്ലുവായിരുന്നു. അത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം സത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഈശ്വരന്റെ മുമ്പ് ഒരിക്കലും ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ കൊല്ലുവെന്ന്, ഉയിര് തരുന്നു, തൈര്, ഇതൊക്കെ തള്ള പറയുന്നത്. There was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. There was എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures. അണ്ണ ആ ബുക്ക് നോക്കിയിട്ട് എന്തൊക്കെ ദേർ വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചോണ്ട് വരുന്നത്. അപ്പൊ ചോദിച്ചപ്പം അല്ല അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അല്ല, അത് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് മുന്നേ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. ഒരിക്കലും പറയരുത്. പരിപാടിയാണ്. ആരാ പറഞ്ഞത്? ചോദിക്കണേ. ചതവുകളുണ്ട്, പക്ഷെ അത് മരണ കാരണമല്ല. പക്ഷെ അണ്ണം മൂഞ്ചി സൈഡിൽ വന്നിരുന്നാണ് എന്തൊക്കെയോ പറയാൻ വേണ്ടി. പക്ഷെ നടന്നില്ല. എന്തോ പറയാൻ ഓർത്തതാ, പക്ഷെ ഏറ്റില്ല, കലങ്ങിയില്ല. ഉണ്ടായിരുന്ന ചതവുകളെന്നാണ് ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറവ് മുറിക്കുന്ന ആളാണ്, തോളിലെടുക്കുന്ന ആളാണ്. ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങൾ ത്യാഗം സഹിച്ച് ആണ്. ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തൊരു വരില്ല. അങ്ങനെയൊന്നും ഒരു ത്യാഗം സഹിച്ചതാണ് കേട്ടോ ഇയാളെ കൊണ്ട്. അയാൾ മരിച്ചപ്പോഴേ സമാധാനം കിട്ടിയെന്നാണ് നല്ല ഉദ്ദേശിച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. സംഭവമൊന്നുമില്ല. പൊന്നുമോളെ, സത്യം ശിവന്റെ നടയിൽ നിങ്ങള് അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ ഇഷ്ടം കൈലാസ. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോൾ കോബ്ര എന്ന് പറയുന്നവരാണ് കൈ പിടിച്ചേക്കുന്നത്. മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറയുന്നത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരും കൊണ്ട് സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല. അത് ധ്യാനത്തിൽ അങ്ങനെ ഒരു കുറവില്ല. ഇല്ലാത്ത എന്തിനാണ് പറയണത്? അതെ, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ല ഇനി അതെല്ലാം നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കണം, കഷ്ടപ്പെട്ട് ജീവിക്കണം. ഒരു മുറിവില്ല. കൈലാസത്തിലേക്ക് ഈ സമാധി ആയതിനു ശേഷം പോയ സമയത്ത് ചിലപ്പോൾ മേഘത്തിലൊക്കെ തട്ടി മുറിഞ്ഞതോ അല്ലെ ചതഞ്ഞതോ ഒക്കെ ആയിരിക്കും. അല്ലേ അമ്മച്ചി?
എൻ്റെ പൊന്ന് മക്കളെ, എന്തൊരു സാധനമാണിത്. അവർ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒരു സാധനം അവർക്ക് പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്നുള്ളതുകൊണ്ട് മക്കൾ ഇങ്ങനെ കൈ പിടിക്കുകയാണ്. ഈ തള്ളേത് ഓവറാക്കുന്നുള്ള പേടിയുണ്ട്. എന്തോ മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിച്ചു വെക്കുന്നത്. എൻ്റെ പൊന്ന് ഗോപ, നമിച്ച് നിങ്ങളൊരു ആത്മാവായിട്ട് വന്നിട്ട് എല്ലാവർക്കും ഒരു വെളിപാട് കൊടുക്കണം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അന്നേരം എല്ലാവർക്കും അറിയുള്ളൂ. ഇനി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഗോപൻ സ്വാമിയായിരുന്നോ, ഗോപനായിരുന്നോ, അതോ മണിയനായിരുന്നോ എന്നുള്ളത്. മണിയനെ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക.